ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ മൈ ലൈഫാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റെസിപ്പികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ റൂം തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ പൂച്ച അകത്തേക്ക് കയറും. എന്നിട്ട് റിൻസാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുട്ടികളെ അകത്തേക്ക് പോകുന്നു. ആ ഡോറൊക്കെ ഒന്ന് തുറന്നിടാൻ വേണ്ടിയിട്ട്, ജനലൊക്കെ തുറന്നിടാൻ വേണ്ടി പോണതാണ് കേട്ടോ. അപ്പോൾ ഇവൻ നേരെ എൻ്റെ പിന്നാലെ പിള്ളേരകത്തേക്ക് വരും. അത് അവൻ്റെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി നേരം വൈകിട്ടാണ് ഏറ്റേക്കണത്. എന്ന് വെച്ചാൽ തലേദിവസം നമുക്ക് എന്തായാലും കുറച്ച് പണികൾ, കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകി കുറച്ച് ഒരു 7 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ട്. അമ്മച്ചി ഏറ്റിട്ട് ചായയും അതുമാതിരി ചോറിനുള്ള കാര്യങ്ങൾ അമ്മച്ചി നോക്കും. അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കാനായിട്ട് ഇന്ന് രാവിലെ കോളിഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുത്ത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നുറുക്കി കഷ്ണങ്ങളാക്കി ഒന്ന് ഇത്തിരി ചെറുതാക്കിയൊക്കെ ഒന്ന് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ പണി ആദ്യം നോക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ എഴുന്നേറ്റ് തീയൊക്കെ കത്തിക്കുന്ന കാരണം അത് വലിയ സഹായമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റണില്ല, രാത്രി ഒരുപാട് ലേറ്റായിട്ട് കിടക്കണ കാരണേ. അപ്പോൾ അത് അമ്മച്ചി ചെയ്തോളും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കിച്ചണിൽ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് അങ്ങോട്ട് കയ്യെത്തില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അവന്. അപ്പോൾ അവനൊന്ന് വിളിക്കാൻ ചെല്ലണതാണ്. അപ്പോൾ രണ്ടാമത്തവനാണ് ഈ സമയത്തുള്ളത്, രാവിലെ തന്നെ. അപ്പോൾ മൂത്താൾ എഴുന്നേൽക്കില്ല, അവന് അപ്പില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ കിടക്കും കുറച്ച് നേരം കൂടി. അപ്പോൾ ഇവനെ വിളിക്കൽ ഒരു നേരത്തെ പണിയാണ് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ. പെട്ടെന്നൊന്നും അങ്ങനെ എഴുന്നേൽക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്ന് ടീച്ചർ വിളിച്ചു തുടങ്ങി, ക്ലാസ് തുടങ്ങി, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വേണം ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ 2-3 തവണ കിടക്കാൻ നോക്കണം കണ്ട, അതാണ് പ്രശ്നം. ആളിങ്ങനെ എഴുന്നേറ്റ് കിടന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എഴുന്നേറ്റൊന്നും ഇങ്ങോട്ട് പോരണമെങ്കിൽ നേരം കുറച്ച് നേരം ഞാൻ നിന്ന് കാണിക്കണം. അങ്ങനെ ആൾ പോന്നു. അപ്പോൾ അവനങ്ങനെ പല്ലേക്കാനൊക്കെ വിട്ടു. അപ്പോൾ അവിടെ മീൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം മീൻ കൊണ്ടുവരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ മീൻ മേടിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണ്. അതെടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് നേരം. കാരണം അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ എന്നും കരുതി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. പുറത്തുനിന്ന് കുറേ നേരം വെച്ചിരിക്കേണ്ടെന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകുന്നത് നല്ലതാണല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്തായാലും കുറച്ച് പ്രാണികളോ പിന്നെ ചെറിയ ചെറിയ പുഴുക്കളോ നമ്മൾ കാണാൻ പറ്റില്ല. തിരിച്ച് കുഞ്ഞ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊക്കോട്ടെ എന്നും കരുതി ചൂടുവെള്ളത്തിലൊന്നിട്ട് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്നും കരുതി അവിടെ വെച്ചിട്ട് മുറ്റടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴേക്കും അതൊന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ശരിയായി നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അപ്പം മുറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. എല്ലാ ദിവസവും ഞാൻ മുറ്റം അടിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പം തിരക്കായിട്ട് കൊടുക്കാനുള്ള വല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് പണികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ബാക്ക് സൈഡ് മാത്രമൊന്നും അടിക്കണത്. ഈ ഇരുമ്പമ്പുളി മരം നിൽക്കണണ്ടില്ലേ, അത് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അതുമെന്ന് ഒരുപാട് പുളികൾ വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടും മുറ്റത്തെ ചവറ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചവറ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ സംഗതി ഒന്ന് വെടുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡ് ഞാൻ അധികം അടിക്കണം ആദ്യം. അപ്പോൾ ഫ്രണ്ടിൽ അത്രയ്ക്ക് ചവറെന്ന് പറയാനില്ല, എന്നാലും ഉച്ച തിരിഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ അധികം അടിക്കാറ്. രാവിലെ അടിക്കാൻ പോകാറില്ല. അപ്പോൾ ഈ പുളികളൊക്കെ ഒന്ന് വാരി അവിടേക്ക് ഒന്ന് വൃത്തിയാക്കലാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പണി. അപ്പോൾ ചെറിയവൻ അവിടെ ഇരുന്ന് പല്ല് തേക്കുന്നുണ്ട്. അവൻ്റെ ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇത് മുറ്റടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അവനോട് ഇങ്ങനെ വേഗാവിട്ട സമയമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആളത് നോക്കി പൂച്ചനെയും കളിപ്പിച്ച് പതുക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെ എണീക്കുള്ളൂ. അങ്ങനെ അവനെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഇരുത്തലും അതുമാതിരി എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കൂട്ടാൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാൻ വന്നേക്കണത്. അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്നും കൂടി ഒന്ന് കഴുകൂട്ടാ. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴുകും. എത്ര കഴുകിയാലും മതിയാവില്ലല്ലോ, നമ്മുടെ പച്ചക്കറി അങ്ങനെയായ കാരണം. എന്നാലും ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് നേരെ അരിയണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകണം കേട്ടോ ഇനി. അപ്പോൾ ഈ ചോപ്പറുള്ളത് ഭയങ്കര സഹായമാണ്, നന്നായി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി പൊടിയായിട്ട് അരിയും വേണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇത് ഈ മോഡലിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കി നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ചുണ്ട്, നിങ്ങൾക്ക് അതിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നാളികേരമായാലും അതൊക്കെ ഓരോരുത്തർക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു തവണ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ സാധാരണ പോലെ ഉള്ളിയും വെളുത്തുള്ളിക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, കുത്തുമുളകില്ലേ, എന്താ പറയുക, കുത്തിപ്പൊടിച്ച മുളക്, പലയിടത്തും പല പോലെയാണല്ലോ പറയുക. അപ്പോൾ അത് കുറച്ചിട്ടിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവർ, കഴുകി വെച്ചേക്കണ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി ഇപ്പോൾ നമ്മൾ കുറേ വെള്ളം വാറ്റി കളയണമെന്നൊന്നുമില്ല, ഒത്തിരി വെള്ളം ഉണ്ടായാലും പ്രശ്നമില്ല, നമ്മൾ ആവിയിൽ കിടന്നൊന്ന് വേവണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് എരിവ് കൂടുതൽ ആദ്യമേ തന്നെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൽ നമ്മൾ സബോളയൊക്കെ ചേർക്കുന്നുണ്ട്, സബോള, നാളികേരം ഇതൊക്കെ ചേർക്കണ കാരണം തന്നെ കുറച്ച് എരിവ് കൂടുതലിട്ടുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിതൊരു ഒരുവിധം വലിപ്പമുള്ള ഒരു സബോള എടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിൽ ചേർക്കുകയാണ്. മെയിനായിട്ട് ഈ ചോപ്പറുള്ള കാരണം നമുക്ക് അരിയിലും പിടിക്കലൊക്കെ വേഗം കഴിയും, അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അങ്ങനെ നാളികേരം ചെരുകിയിട്ടു. പിന്നെ ഇതിൽ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുണ്ടെങ്കിൽ മതി. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു, കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക, അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ കോളിഫ്ലവർ ഈ രീതിയിൽ വെച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ അമ്മച്ചി ഉപ്പ് നോക്കണം കേട്ടോ. എന്നാൽ ഉപ്പ് നോക്കേണ്ട ഡ്യൂട്ടി അമ്മച്ചിക്കാണ്. അപ്പോൾ കറിയൊക്കെ അത് ഇവിടെ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ചോറ് വർക്ക് ഏരിയയിലാണല്ലോ വച്ചിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ചോറൊക്കെ ആയി കഴിയുമ്പോൾ എടുത്ത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം നേരത്തെ എടുക്കാനായിട്ട് സൗകര്യം അതല്ല, പിന്നെ വർക്ക് ഏരിയയിൽ പോയി എടുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച്, അപ്പോൾ അങ്ങനെ അപ്പച്ചനും ചേട്ടനും കഴിക്കാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് നനച്ച് വെക്കാമെന്നും കരുതി. എല്ലാ ദിവസവും മെഷീനിലിടില്ല. ഇപ്പോൾ അലക്കുകല്ല് ഉണ്ടായിരുന്നില്ല, കുറച്ച് വീട് പണി കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ എടുത്തപ്പോൾ കുറച്ച് ലേറ്റായില്ല. അപ്പോൾ അതുവരെ അലക്കുകല്ല് ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിക്കവാറും മെഷീനിൽ തന്നെ ഇട്ട് കഴുകി ഓർന്നത്. എനിക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൽ കഴുകാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇപ്പോൾ അലക്കല്ലൊക്കെ പണിതു, നല്ല വലിയ അലക്കല്ലൊക്കെ ആയി. ഇപ്പോൾ പിന്നെ മെഷീനിൽ കഴുകൽ കുറവാണ്. അപ്പോൾ തുണിയൊക്കെ ഒന്ന് നനച്ച് വെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴുകാമെന്നും കരുതി ആ പരിപാടി ചെയ്യാൻ നിന്നത്. അപ്പോൾ അപ്പച്ചൻ പീടികയിൽ പോയി കുറച്ച് സാധനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ നിരത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളയപ്പവും ഇസ്റ്റു കറിയൊക്കെയാണ് 4 മണിക്ക് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും രാവിലത്തേക്കുള്ള ഉപ്പേരി കഷ്ണവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അടുത്ത് തന്നെയാണ് പീടിക. അപ്പോൾ അങ്ങോട്ട് അപ്പച്ചൻ പോവാറുണ്ട്. അപ്പോൾ അപ്പച്ചൻ പോയി മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വേഗം ഒതുക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഇസ്റ്റു കറിക്കുള്ള, അതായത് 4 മണിക്കുള്ളതാണ്. പക്ഷെ എനിക്ക് കൈയൊഴിവുള്ള സമയത്ത് വേഗം ഒന്ന് വേവിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടിയില്ലേ. അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റിട്ട് കറിയും വെള്ളയപ്പവും ഒക്കെ കൂടി ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതൊന്ന് വേവിച്ച് വെക്കണുള്ള, വേറെ ഒന്നും ചെയ്യണില്ല. ഇസ്റ്റു കറി ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത്. ഇതിപ്പോൾ എൻ്റെ ഇസ്റ്റു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായി ഉടച്ച് ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ കഷ്ണമായിട്ട് കടിക്കാൻ കിട്ടില്ല, ചാറ് കുറച്ച് ഇങ്ങനെ തിക്നെസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് ചേർക്കും. അപ്പോൾ അത് ആദ്യം തന്നെ ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതായത് വെന്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറി കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് കുത്തി ഉടച്ചെടുക്കാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ അതൊന്ന് അവിടെ ഒഴിച്ച് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ടാങ്ക് കഴുകലാണ്. അത് ഇടയ്ക്ക് അപ്പൻ്റെയും മക്കളുടെയും പണിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സായിട്ട് അത് ചെയ്യുമ്പോൾ പിള്ളേർ സഹായിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഇത് അകത്ത് തന്നെയാണ്, വർക്ക് ഏരിയയിലാണ് ഇങ്ങനെ കഴുകാനുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴുകണം. അപ്പോൾ അതിലത്തെ കല്ലും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് വരണേട്ടപ്പോൾ ഇതൊക്കെ പിടിക്കണ്ടെന്നൊക്കെ ചോദിക്കണം റിൻസേട്ടൻ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിഷ് ടാങ്ക് വെക്കുകയാണ്. അപ്പോൾ ചെറിയവൻ അവിടെ നിന്ന് നോക്കുകയാണ്. അങ്ങനെ അമ്മച്ചിയാണ് മീൻ നന്നാക്കി തരാറ്. എപ്പോഴും അമ്മച്ചി തന്നെ ചെയ്ത് തരാറ് കേട്ടോ. അപ്പോൾ പൂച്ചകൾ അമ്മച്ചിയുടെ അടുത്ത് കാവലാണ്. അപ്പോൾ മീൻ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മീൻ കറി ഒരു സ്പെഷ്യലൊന്നുമില്ല, സാധാരണ പാല് പിഴിഞ്ഞിട്ടുള്ള കറി തന്നെ. അപ്പോൾ അതൊന്ന് അടുപ്പിലാണ് വെക്കണേ. അടുപ്പിൽ വെക്കാറുണ്ട് ഇടയ്ക്ക്, എന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു സബോള ഇതൊക്കെ ഇട്ടിട്ട് ഇത് ഫോക്കസ് ഔട്ടായിപ്പോയി, അത് ഞാൻ അത്ര ക്ലിയർ ആവണില്ല. അപ്പം ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ ഇടുന്ന അതേ സാധനങ്ങൾ തന്നെ. അപ്പം അതിൽ സബോള കുറച്ച് അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു സബോള അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് തിരുമ്പി കൂട്ടും. കുടപ്പുളിയാണ് ഇടുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് കൈ കൊണ്ട് നന്നായി തിരുമ്പി എല്ലായിടത്തേക്കൊക്കെ ഒന്ന് നന്നായി യോജിച്ച്, പിന്നെ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അവന് നമ്മുടെ ചാളയാണ് മീൻ. ചാള എന്ന് പറയുമ്പോൾ മത്തി എന്നും പറയും. ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ് പറയുക. അപ്പോൾ ഈ രണ്ടെണ്ണം എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട നാളികേരമൊക്കെ ചെരുക്കി അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള നാളികേരം പാല് പിഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. പാല് പിഴിഞ്ഞ് വെക്കുന്നതാണ് ഇവിടെ റിൻസിനേട്ടനും അതുമാതിരി പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പാല് പിഴിഞ്ഞ് വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ അപ്പച്ചനും അതേ നാളികേരം ചേർക്കണ കറിയാണ് ഇഷ്ടമുള്ളൂ. പിന്നെ റിൻസേട്ടൻ ഇടയ്ക്ക് പറയും മറ്റേ മിളക് മാത്രം ഇട്ടിട്ടുള്ള നാളികേരം ചേർക്കാണ്ടുള്ള വെപ്പുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാൻ പറയും. പിന്നെ ഏതായാലും ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വർക്കരിയിൽ കൊണ്ടുവന്നിട്ട് തീ കത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചുള്ളൂ കത്തിക്കൽ കേട്ടോ. പിന്നെ അമ്മച്ചിയാണ് കത്തിച്ചത്, കാരണം എനിക്കവിടെ ഇനിയും പണികളുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ കത്തിക്കാൻ ഒരാൾ നോക്കിയിരിക്കണമല്ലോ. അപ്പോൾ എന്തായാലും അമ്മച്ചി അവിടെ ഇരുന്നോട്ടെ എന്നും കരുതി. അപ്പോൾ പിന്നെ നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചേക്കണം മീൻ വറുക്കാമെന്നും കരുതി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അത് വറുക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ അമ്മച്ചിയും അതുമാതിരി പിള്ളേരും കൂടിയിട്ട് അവിടെ തീ കത്തിക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വറുത്തത് പിന്നെ കിടാങ്ങൾ വെച്ചത് അധികം കഴിക്കില്ല. അപ്പോൾ പിന്നെ മിക്കവാറും ദിവസം അത് കാരണം തന്നെ വറുക്കാറുണ്ട്. പിള്ളേർ ചോറുണ്ടോട്ടെന്നും കരുതിയിട്ട്. അവർക്ക് മീൻ കറി വലിയ ഇഷ്ടമില്ല. പിന്നെയും പാല് പിഴിഞ്ഞ് വെക്കുന്ന കറിയാണെങ്കിൽ മാത്രം കുറച്ച് ചാറ് കൂട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പാത്രങ്ങൾ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പണിയുടെ അനുസരിച്ച് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. കുറച്ച് അമ്മച്ചി കഴുകും, കുറച്ച് ഞാൻ കഴുകും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഫുള്ളായിട്ട് സിങ്ക് കാലിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു ചമ്മന്തി അരയ്ക്കാനാണ്. ഈ ചമ്മന്തി ഈ വീഡിയോ ചെയ്തതിൻ്റെ തലേദിവസം ഞങ്ങൾ ഇതുപോലെ ഒരെണ്ണം അരച്ചിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അമ്മിയിൽ തന്നെയാണ് ഇത് അരച്ചത് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി അമ്മിയിൽ അരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒരിക്കലല്ല, അമ്മിയിൽ അരയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർത്തതെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ മുഴുവൻ മുളകുണ്ടല്ലോ, വറ്റൽ മുളക്, അത് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് എരിവിന് എത്ര എണ്ണം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, പിന്നെ ഒരു 2-3 അല്ലി മറ്റേ ചുവന്നുള്ളി, പറയാൻ കിട്ടണില്ല, ചുവന്നുള്ളി, പിന്നെ ഉപ്പ്, കോൽപ്പുളി. അങ്ങനെ അമ്മിയിൽ അരച്ച ചമ്മന്തി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ചമ്മന്തി കഴിഞ്ഞ വഴി അറിഞ്ഞില്ല. അപ്പോൾ അതായത് നമ്മുടെ മീൻകറി അപ്പോൾ റെഡിയായിട്ട് ഞാൻ വർക്കരിയിൽ നിന്ന് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചിയാണ് മീൻകറി കാച്ചി ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് കാച്ചുണ്ട്. അപ്പോൾ അത് അടുത്ത വീട്ടിലെ കുട്ടിയാട്ടോ, അവൾ അപ്പോൾ വർത്താനം പറയാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാരുടെ കൂടെ കളിക്കാനാണ് അവൻ വന്നേക്കുന്നത്. ചേട്ടന്മാരാണെങ്കിൽ ബിസിയാണ്, കളിക്കാനുള്ള സ്ഥലങ്ങൾ വേണ്ടതുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലേക്കുള്ള വിഭവങ്ങളൊക്കെ കുറേയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെ ഇതായി. കാലത്തെ കോളിഫ്ലവർ ഉപ്പേരിയാണ്, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മുടെ സ്പെഷ്യലല്ല പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി ആയിരുന്നു. അപ്പോൾ മീൻ കറിയും മീൻ വറുത്തതും. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഇതൊക്കെ മതിയല്ലോ അല്ലേ, ധാരാളമായി. ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് എടുത്തതാണ് കേട്ടോ, ഒന്ന് എല്ലാതും കൂടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അലക്കാൻ പോവാണ്.
ഞാൻ ചോറുണ്ണുന്നതിന് മുന്നേ അലക്കാമെന്നാണ് കരുതിയത്, പക്ഷെ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലില്ല അവിടെ, അത്യാവശ്യം തണലുള്ള നേരം. അപ്പോൾ പിന്നെ ആ നേരത്ത് തന്നെ അലക്കാമെന്ന് കരുതി. അപ്പോൾ അലക്ക് കഴിഞ്ഞ് കയറിയിട്ട് വെള്ളയപ്പത്തിലേക്കുള്ളത് നനച്ച് വെച്ചിട്ട് പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം മതി ഈ വെള്ളയപ്പത്തിന് ഉണ്ടാക്കാനായിട്ട്, വീർത്ത് വരാനായിട്ട്. നമ്മൾ ഈസ്റ്റ് ചേർക്കണ പരിപാടിയാണ്. ഒരു 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരവും 1 കപ്പ് ചോറ്, പിന്നെ ഒരു നല്ലോണം 1 ടീസ്പൂൺ ഇത് ഈസ്റ്റ്, പിന്നെ 2 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ച് വയ്ക്കുക. ഇടയിലൊന്ന് തെറ്റിപ്പോയി പറഞ്ഞത്. അപ്പോൾ ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു മയിൽ വന്നതാണ് കേട്ടോ. മയിൽ വന്നിട്ട് അത് പോണില്ല. അപ്പോൾ അങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുത്തു കുട്ടികൾ. അപ്പോൾ അതവിടെ നിന്ന് കൊത്തി തിന്നാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഒരു വട്ടം വന്ന് അരിമണി തിന്നിട്ട് ആൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും അരിമണി ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ആൾക്ക് അരിമണി വന്നു കഴിഞ്ഞാൽ അരി കിട്ടും എന്നുള്ളത് കൊണ്ടാണോന്നറിയില്ല, ഇടയ്ക്ക് വന്നിരുന്നു. 2 വട്ടം വന്ന് കഴിച്ച് പോയിട്ടാ. പിന്നെ കുറച്ച് അധികം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വന്നില്ല. അപ്പോൾ കിടാങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റായി. ആളാ വീതം മേടിച്ച് ഓരോ കൈ നിറച്ച് മേടിക്കും, എന്നിട്ടിട്ട് കൊടുക്കും. അപ്പോൾ ആളവിടെ നിന്ന് കുശാലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മയിലിടയ്ക്ക് വരാറുണ്ട് വല്ലപ്പോഴൊക്കെ. പീലിയുള്ള മയിൽ അധികം അങ്ങനെ വന്നിട്ടില്ല, 1-2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്രയും അടുത്തിരുന്ന് കണ്ടിട്ടില്ല. കുറച്ചും ഗ്യാപ്പായിട്ടാണ് വന്ന് പറന്നങ്ങനെ പോവാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഉച്ചക്കലത്തെ ചോറൂണവും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഉച്ച തിരിഞ്ഞു, 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കേക്കുള്ള നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡിയായി. വെള്ളയപ്പത്തിലേക്ക് അരച്ചതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഒരു 1.5 മണിക്കൂറാണ് ഇത് വീർത്ത് വരാൻ വേണ്ടോ. നമ്മൾ ഈസ്റ്റ് ചേർക്കണ കാരണേ അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ എണ്ണ പരട്ടേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ഒത്തിരി കോട്ടിങ് പോയ കാരണം ഞാനത് ഒരിത്തിരി എണ്ണയാക്കിയതാണ്. അപ്പോൾ അതായത് മാവ് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്, കണ്ട നന്നായിട്ട് വീർത്ത് വരും ചെയ്യും. അത് പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് തലേദിവസം അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അരിപ്പൊടിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുന്നൊക്കെ ഒന്ന് അരച്ച് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ ഇസ്റ്റു കറി ശരിയാക്കാനുള്ളതാണ്. ഇസ്റ്റു കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അധികം പണി വേറെ ഇല്ല. ഈ സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ട് 2 വലി. അപ്പോൾ ചോപ്പറാണ് ഇന്നത്തെ താരം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പണി നമുക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയണത്. മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചോ, കാശ് പോയി എന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു തക്കാളി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്, ഇച്ചിരി ഒരു പുളിക്കിട്ടാം. വലിയ തക്കാളി ഒന്നും വേണമെന്നില്ല, ഒരു ഇടത്തരം വലിപ്പമുള്ളൊരു തക്കാളി ഒന്ന് അരിഞ്ഞിടുന്നു. എന്നിട്ട് നന്നായി അങ്ങനെ ബ്രൗൺ കളർ ആവുന്നും വേണ്ട, നന്നായി ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അത് അരിഞ്ഞിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമില്ല ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും ഉപ്പ് ചേർക്കും, എന്നാലും കുറവായിരിക്കും. എനിക്ക് ഉപ്പ് നോക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല. ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഞാൻ വായിൽ വെച്ച് നോക്കില്ല, അമ്മച്ചിയാണ് ഉപ്പ് നോക്കണ ആൾ. എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരിത്തിരി കുറഞ്ഞാൽ എനിക്കത് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചീനെ ഏൽപ്പിക്കുക ആ പരിപാടി. കാരണം അപ്പച്ചനൊക്കെ കഴിക്കേണ്ടപ്പോൾ ശരിയാവണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാനൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിയോടെ പറയുക ഉപ്പ് നോക്കാൻ. അപ്പോൾ ഇതിലിപ്പോൾ ചേർത്ത പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറിക്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചായ തിളച്ച് പോയത് കണ്ടാലോ അല്ലേ. അമ്മച്ചി അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ അമ്മച്ചിയോട് പറഞ്ഞേ, ഞാൻ ഏതായാലും ഇവിടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ നോക്കാമെന്നും പറഞ്ഞ് അമ്മച്ചീനെ അങ്ങോട്ട് പറഞ്ഞയച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ഒരു നേരം കൊണ്ട് ചായ തിളച്ച് പോയി. എല്ലാവർക്കും സംഭവിക്കണ കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കറി അതൊക്കെ ചേർത്തിട്ട് പാല് പിഴിഞ്ഞതാണ് കുറച്ച്. ഈ പാല് പിഴിയുന്നതിന് പകരം അരച്ചൊഴിച്ചാലും മതി, അപ്പോൾ ഒന്നും കൂടി എളുപ്പമായി. പക്ഷേ പാല് നാളികേരം ഉണ്ടല്ലോ എന്നും കരുതി പാല് പിഴിഞ്ഞെന്ന് മാത്രം.
അങ്ങനെ ദേ നമ്മുടെ വെള്ളയപ്പം, അടിപൊളി വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു വെള്ളയപ്പത്തിന്. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 മണി ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരുകയാണ്. അപ്പോൾ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആകുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യണ പരിപാടിയൊക്കെ നോക്കാമെന്നും കരുതിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ നേരം ഇപ്പോൾ റിൻസേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്ന സമയമാണ്. ആള് വീട്ടിൽ തന്നെയാണ്, കോള് വരുന്നതിനനുസരിച്ച് ഫീൽഡ് വർക്കായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ TV മെക്കാനിക്കാണ്. അപ്പോൾ ആൾ ഒരു വർക്കിന് പോയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോൾ പുറത്ത് പോയി വന്നാലും നമ്മുടെ പൂച്ച റിൻസേൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ലും. ഒന്ന് മുട്ടി അവനെ ഒന്ന് കൊഞ്ചിക്കണം. അതാണ് അവൻ്റെ ഇഷ്ടം. അപ്പോൾ അമ്മച്ചി ഉച്ച തിരിഞ്ഞിട്ട് ഞങ്ങൾ 2 നേരം ചോറ് വയ്ക്കും. അപ്പോൾ അമ്മച്ചി തീ കത്തിക്കാൻ പോണേറ്റ് മുന്നേ വിറകൊക്കെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കണം. അപ്പം ഞാൻ കൊത്തി വെച്ചിരുന്നതാണ് ആദ്യം. അപ്പോൾ അത് ഇത്തിരി കനം കൂടിയെന്നും പറഞ്ഞ് അമ്മച്ചി ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. കുട്ടികൾ കളിക്കാനൊക്കെ പോയിക്കായിരുന്നു. അപ്പോൾ നേരെ ഇരുട്ടായി. അവർ അകത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ പരിപാടികൾ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ പാത്രം ഞാൻ കേക്കിൻ്റെ റെസിപ്പിയൊന്നും ഇതിലിട്ടിട്ടില്ല. എന്താ പറയുക, അതും കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ്. കേക്കിൻ്റെ ഒരു പണി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അടുക്കള നിറയും, അല്ലെങ്കിൽ തന്നെ പാത്രങ്ങളാണ് നിറച്ച്. അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി കുറേ ഉണ്ടാവും പാത്രം കഴുകാനായിട്ട്. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പാത്രം കഴുകാൻ നിൽക്കുകയാണ്. റിൻസേട്ട ഓരോന്ന് കാണിക്കുക. അപ്പോൾ പാത്രം കഴുകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബേക്ക് ചെയ്തതിൻ്റെ പാത്രങ്ങളുണ്ടായിരുന്നു, ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കൈയോടെ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല, നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നീങ്ങണം കാരണം. അപ്പോൾ അമ്മച്ചി ഇതെവിടെ രാത്രിയിലേക്കുള്ള ഭക്ഷണം ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 നേരവും ചോറ് വയ്ക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ ഇത് സീരിയൽ കാണുകയാണ്. അപ്പോൾ പ്രായമായവരെല്ലാവരും കാണുമല്ലോ. അപ്പോൾ ഇതേ പ്രാർത്ഥനയുടെ സമയമായി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഓരോ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചോറുണ്ണത് ഞാൻ എടുത്തിട്ടില്ല. ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് അപ്പോൾ ഇത് പിള്ളേരെ ഉറക്കാൻ അമ്മാമ്മ കൊണ്ട് പോവാണ്. അപ്പോൾ ഇവരെ ഉറക്കണ ഡ്യൂട്ടി അമ്മാമ്മയ്ക്കാണ്. എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞ് ഉറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അമ്മാമ്മ ചെല്ലണത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതെ ഞാനവിടെ ഇവരൊക്കെ ഉറങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ എൻ്റെ പരിപാടി കേക്ക് പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒരു പാട്ടൊക്കെ വെച്ച് തന്നെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ റിൻസേട്ട ഇത് വീഡിയോ പിടിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനവിടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. ഈ പഞ്ചസാര ഷുഗർ സിറപ്പിൻ്റെ ഇതൊക്കെ പോയിട്ടേ മേശയും ഇങ്ങനെ ആകെ അല്ലെങ്കിൽ ഒരു പാട് പോലെയൊക്കെ ആവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വേഗം അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം. അപ്പോൾ ഡെക്കറേഷൻ പരിപാടിയൊന്നും ഇന്ന് ചെയ്തില്ല. ഇപ്പം തന്നെ നേരെ ഒരുപാടായിട്ടുണ്ട്. ഇടയിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് കറണ്ട് പോയായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ സമയം അങ്ങനെ പോയി. അല്ലെങ്കിൽ ഇത്ര നേരം വൈകില്ലായിരുന്നു. ഒരു കേക്കേ ഉള്ളൂ. അപ്പോൾ അത്ര നേരം വൈകില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിൽ വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതായത് ഈ ചോറ് വെച്ച കാലം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാണ്. അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞുവല്ലോ. അപ്പോൾ അതൊന്ന് വേഗം തന്നെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാനും സൗകര്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നേരം ഒരുപാട് നന്നായി വൈകിട്ടുണ്ട്. 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂട്ടി കയറുന്നവരെ അപ്പോൾ റിൻസേട്ടൻ കൂടെ നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം വൈകിയില്ലേ. അകത്താന്ന് പറഞ്ഞാലും നമുക്കൊരു ആളൊന്ന് വന്ന് ഇടയ്ക്കൊന്ന് നോക്കും എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അവിടുത്തെ എല്ലാം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഡേ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്